ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ജൂൺ 2 ആണ് കേട്ടോ. അതായത് ഇന്നാണ് നമ്മുടെ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും സ്കൂളിലോട്ട് പോകേണ്ട ദിവസം. അപ്പം ഞാൻ ഇത്രയും ദിവസം കരുതിയിരുന്നത് ഇപ്പം മഴയൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഇവർ സ്കൂൾ തുറക്കുന്ന ഡേറ്റൊക്കെ മാറ്റിവെക്കും എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ സ്കൂൾ തുറക്കുന്ന ഡേറ്റ് ആകാറായപ്പോഴത്തേക്ക് ഇവിടെങ്ങും മഴയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു, സ്കൂളിൽ പോകേണ്ട വന്നു. അപ്പം ഇന്ന്, അതായത് ജൂൺ 2-ാം തീയതി ഞങ്ങളുടെ സ്കൂൾ തുറക്കുന്ന ദിവസം മാത്രമല്ല, ഞങ്ങളുടെ +1കാരുടെ റിസൾട്ട് വരുന്ന ദിവസം കൂടിയായിരുന്നു. അപ്പം റിസൾട്ടൊക്കെ വന്നിട്ടോ, റിസൾട്ടൊക്കെ നോക്കിയിട്ടിരിക്കുന്ന ഇരിപ്പാണ് ആ കാണുന്നത്. ഇന്ന് ഞാൻ പറയുന്ന വോയിസും ആ കാണുന്ന വീഡിയോയായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്നും നോക്കണ്ട കേട്ടോ. അപ്പം ആദ്യം ജൂൺ 3-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ പിന്നെ അത് ജൂൺ 2 ആക്കി. അപ്പോൾ ഞാൻ കരുതി വീണ്ടും ഒരു ഡേറ്റ് മാറ്റുമായിരിക്കുമെന്ന്, പക്ഷേ പിന്നെ അവർ ഡേറ്റ് ഒന്നും മാറ്റിയില്ല. ജൂൺ 2-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് വരുമെന്നായിരുന്നു, റിസൾട്ട് വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം നമ്മൾ സ്കൂളിലായിരിക്കാനായിരുന്നു ചാൻസ് കൂടുതൽ. അപ്പം ഇങ്ങനെ സ്കൂളിൽ വെച്ച് റിസൾട്ട് നോക്കണമല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ ഞങ്ങൾ ഫസ്റ്റ് ഡേ അല്ലായിരുന്നു, അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ചെന്നപ്പം വൈകിട്ട് വരെ ഉണ്ടെന്നായിരുന്നു ഞങ്ങൾ അറിഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ 3 മണിക്ക് മുന്നേ വിട്ടു. അപ്പം വീട്ടിൽ വന്നിട്ട് റിസൾട്ട് നോക്കാമെന്ന് കരുതി. എനിക്ക് സ്കൂളിൽ ഇരുന്നായിരുന്നെങ്കിൽ എനിക്ക് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം സ്കൂളിൽ ഇരുന്നായിരുന്നെങ്കിൽ എങ്ങനെ എടുക്കും എന്നൊക്കെ ഒരു ആലോചന ഉണ്ടായിരുന്നു. സ്കൂളിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ ടീച്ചർമാർ നോക്കിയിട്ട് വന്ന് പറയല്ലേ, അപ്പം നമുക്ക് ഫോണും ഇല്ല കയ്യിൽ, അപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളെ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ വിട്ടു. അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ആ ടൈമിൽ 3 മണി ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളെ ക്ലാസ് വിട്ടു. അപ്പോൾ പിന്നെ റിസൾട്ട് നോക്കാനുള്ളൊരു വെപ്രാളമായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. 3 മണി, അതായത് 3 മണിയല്ല 3:15 ആ സമയം തൊട്ട് ഞാനിങ്ങനെ റിസൾട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സെറ്റായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൈറ്റ് കിട്ടിയത്. അത്രയും നേരം ഞാൻ എടുക്കുമ്പോഴും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർ നോക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം കിട്ടാഞ്ഞത്. അപ്പം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. റിയാക്ഷൻ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനി 1.5 മണിക്കൂർ എപ്പോൾ കിട്ടുമെന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്തില്ല. കാരണം പെട്ടെന്ന് 4:30 എന്തോ കഴിഞ്ഞു എനിക്ക് റിസൾട്ട് കിട്ടിയ സമയത്ത്. അപ്പം ബാക്കി എല്ലാവരും അറിഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അറിഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ സ്റ്റാറ്റസൊക്കെ, ഇപ്പോഴത്തെ മറ്റേ ട്രെൻഡ് ഉണ്ടല്ലോ, പാസ്സായി ആ വീഡിയോസൊക്കെ ഇല്ലേ, അതൊക്കെ എല്ലാവരും ഇങ്ങനെ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ റിസൾട്ട് ഇതുവരെയായിട്ട് കിട്ടാണ്ടിരുന്നത്. അപ്പം ഞാൻ കരുതി പിന്നെ ഞാൻ എപ്പോഴും എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സൈറ്റ് കാണിക്കുന്നില്ലായിരുന്നു, സംഭവം കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെയും ഞാനിങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്ന് ഒരു 4 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 4 മണിയല്ല 4:30 എന്തോ ആയപ്പോഴാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ അത്രയും നേരം കാണാണ്ടിരുന്ന്, അതായത് അത്രയും നേരം ഞാനിങ്ങനെ നോക്കിയിരിക്കില്ല എന്തോ ആണെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് റിസൾട്ട് അങ്ങ് നോക്കി. വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിൽ പിന്നെ അത്രയും സമയം പോയില്ല. റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ അത് എങ്ങനെയെങ്കിലും നോക്കിയാൽ മതി എന്നുള്ളൊരു ചിന്തയാണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് എടുത്തങ്ങ് നോക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം റിസൾട്ട് കുഴപ്പമില്ല. റിസൾട്ടൊക്കെ നോക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ പോലും എടുക്കുന്നത്. ഈ വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ഒരു ഓൺ വോയിസ് കൊടുത്തിട്ട് വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ അതിൽ വണ്ടി പോകുന്ന സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടാണ്ട് ഇപ്പോഴും കിളിയൊക്കെ അലക്കുന്ന സൗണ്ട്. ഒപ്പം എന്തായാലും റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് പറയുന്നില്ല. ഞാൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് കരുതിയിരുന്നത്, പക്ഷേ അതിനൊന്നും പറ്റിയില്ല. അപ്പം എന്തായാലും റിസൾട്ട് അത്യാവശ്യം കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ പിന്നെ വേണമെങ്കിൽ പറയുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇപ്പോൾ +1ൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നലെയാണ് റിസൾട്ട് വന്നത്. ഇന്നാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. ഇനി എന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ, ക്ലാസ്സിലൊക്കെ പോകേണ്ടത് കൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പോട്ടെ. ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ യൂട്യൂബിൽ കുറേ ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ കണ്ടപ്പം ഞാൻ ആലോചിച്ചു, എനിക്ക് മാത്രം വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. എങ്കിലും കുഴപ്പമില്ല, നമുക്കിനി അടുത്ത വർഷം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.